പൊട്ടിക്കരുത്, ഗ്ലാസ് ആണെങ്കിൽ ഒരു കവറും ചെയ്തിട്ട് ജസ്റ്റ് ഗിഫ്റ്റ് പേപ്പറിട്ട് വെച്ചിട്ടുള്ളത്. ഇല്ല ഇല്ല, ഞാൻ പോകും. എനിക്ക് ഉച്ചയ്ക്ക് മേക്കപ്പ് ഉണ്ടടി. തീർന്നു പോയാ? നീ വേണോ? സന്തോഷപ്പെടി. എന്റെ പൊന്നേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഹാപ്പിയൊക്കെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. വലിയൊരു യാത്രയൊന്നുമല്ല, നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അമ്മ ഗുരുവായൂർ പോയതുകൊണ്ട് വീട്ടിൽ പിന്നെ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാണ്. നെടുമങ്ങാടോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്, സ്കൂട്ടിയിലല്ല. സ്കൂട്ടിയിൽ മോനെ ഇരുത്തിക്കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. ഇതിപ്പം വെമ്പായ എത്തി. വെമ്പായത്ത് നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിന്നതാണ്. എന്നിട്ട് നമ്മൾ റിലേറ്റീവ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ വല്യമ്മയുടെ മകൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അഞ്ജു വരും. അഞ്ജു എന്ന് പറയുന്നത് ചേട്ടൻ്റെ വൈഫിൻ്റെ നെയിമാണ്. അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു, പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനോട്ടനെയും കൊണ്ട് ഒരു സാധനവും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. കുറേ സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. കാരണം മോനോട്ടനെയും കൊണ്ട് എൻ്റെ പിന്നെ വേറെയും ബാഗ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ അഞ്ജുവിൻ്റെ കൂടെ അങ്ങനെ നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുവരെയും നിന്നിട്ടില്ല. അതല്ലാതെ വീട്ടിൽ, അതായത് വല്യമ്മേരെ വല്യച്ഛനും ചേച്ചിയുടെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെ അഞ്ചു വന്നേ. ഞാൻ വിചാരിച്ചു അവൾ സ്കൂട്ടിയിലായിരിക്കും വരണത്, ബാക്കിൽ ഇരുന്ന് സുഖിച്ച് കാറ്റൊക്കെ കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. കാരണം കുറേ നാളായി ഇങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട്, എപ്പോഴും ഇങ്ങനെ വണ്ടി ഓട്ടിച്ച് ഇപ്പോൾ ഒരു കൊതിയുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിലിരിക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴത്തേക്കും അവൾ കാറും കൊണ്ടുവന്നിരിക്കുന്നു. അവൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അഞ്ച് വർക്ക് ചെയ്യുന്നത് പോലീസിലാണ്. അപ്പോൾ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങളെയും കൂടെ പിക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടെ. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും ഡ്രൈവിങ് വലിയ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് കാർ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പഠിച്ചത് അങ്ങനെ ഒരു ഉഴപ്പിയാണ് കേട്ടോ പഠിച്ചത്. പിന്നെ എനിക്ക് സിറ്റുവേഷൻ വന്നാൽ ഒരു പക്ഷേ ഞാൻ എടുക്കുമായിരിക്കും. പക്ഷെ ഒന്നുകൂടെയൊക്കെ കൈ തെളിയണം. അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അഞ്ചു അങ്ങനെ ഓട്ടിച്ചപ്പം അഞ്ചിനോട് എനിക്കൊരു പ്രൗഡ് തോന്നി കേട്ടോ. കാരണം ലേഡീസ് ഇങ്ങനെ കാർ ഓട്ടിക്കുന്നത്, സ്കൂട്ടി ഓട്ടിക്കുന്നതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ജനിച്ച നാട്ടിലോട്ടാണ് പോകുന്നത്. ജനിച്ച നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 വയസ്സുള്ളത് വരെയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങ് വെഞ്ഞാറമൂട്ടിലോട്ടാണ് വന്നത്. അപ്പം നെടുമങ്ങാട് എൻ്റെയും ഗ്ലാമി ഗംഗയുടെയൊക്കെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ഗംഗ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഗ്ലാമി ഗംഗയാണോന്ന്. ഞാൻ പറഞ്ഞാൽ അല്ല, ആ കുട്ടി വേറെയും ഞാൻ വേറെയും ആണെന്ന് പറയുമായിരുന്നു. പിന്നെ അത് കുറച്ച് അറിഞ്ഞൂടാത്തവർ പറയുന്നതാണ്. അതായത് അങ്ങനെ കേട്ടറിവ് മാത്രമുള്ളവർ ചിലർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം ഞാൻ ജനിച്ച വളർന്ന നാട്ടിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഈ നാട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. കൊച്ചിലത്തെ കാര്യങ്ങളാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ കുറേ ഓർമ്മയുണ്ട്. അല്ലെങ്കിലേ ഞാനൊരു നൊസ്റ്റു പ്രാന്തിയാണ്. അപ്പോൾ അഞ്ചു അത് പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റു ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഏകദേശം ഉള്ളവർക്കൊക്കെ അങ്ങനെയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. അഞ്ചു പറയുന്നത് അവൾക്ക് ഇത്രയും പ്രശ്നം ഇല്ലെന്നാണ്. പക്ഷെ ഞാൻ ഭയങ്കര നൊസ്റ്റു ആണ്. പണ്ടത്തെ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് ഞാൻ എൻ്റെ കുടുംബ വീട് ഇരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. വീടാണ്. ആ വീടൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ വെങ്ങാറൂട്ടിൽ വന്നത്. അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നൊരു വീടാണ്. വലിയ വീടൊക്കെ ആയിരുന്നു. ആ കാണുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഉള്ളിലോട്ട് കയറി പോകണത് റബ്ബർ ഗാർഡിൻ്റെയൊക്കെ നടുക്കായിരുന്നു. ആ നടുക്ക് കിടന്നത് കൊണ്ടായിരിക്കാം എനിക്ക് റബ്ബറും കാട്ടിന് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റിൻ്റെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷീറ്റിൻ്റെ മണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം അതിൽ കിടന്നുകൊണ്ടായിരിക്കാം, അവിടെ കിടന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പം പോകുന്നത് വല്യമ്മേരെയും വല്യച്ഛൻ്റെയും വീട്ടിലോട്ടാണ്. ചേച്ചി അവിടെയുണ്ട്, ജിഷേച്ചിയുണ്ട്, ലീന ചേച്ചിയുണ്ട്, തത്തയുണ്ട്. പൊന്നും ഒന്നും ഇല്ല. പൊന്നുമൊക്കെ കല്യാണം കഴിഞ്ഞു പോയി, ചിന്നുവും കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് മാറി. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. 1ാം ക്ലാസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. യഥാർത്ഥത്തിൽ ഈ സ്കൂളും ഞാനുമായിട്ട് ഇപ്പം പണ്ടത്തുള്ള
ടീച്ചേഴ്സ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ സ്കൂളിൽ ഞാനുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനൊക്കെ ആയിരുന്നു. എല്ലാവർക്കും എന്നോട് വലിയ കാര്യമൊക്കെ ആയിരുന്നേ. അതിങ്ങനെ അമ്മയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഫസ്റ്റ് നെയിം എൻ്റെ ഇതായിരുന്നില്ല, ഗംഗാന്നായിരുന്നില്ല. അപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഈ നെയിം വേണ്ട, ഇങ്ങനത്തെ നെയിം ഇട് എന്ന് പറഞ്ഞ് അവർ സജസ്റ്റ് ചെയ്ത നെയിമാണ് എനിക്ക് ഇട്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കൂളുമായിട്ട് ചെറിയൊരു കണക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് ആ ടീച്ചേഴ്സിൻ്റെ ഒന്നും ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പണ്ടത്തെ സ്കൂളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അവിടുന്ന് ഇപ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ അവിടുത്തെ സ്കൂൾ കേട്ടോ. അപ്പം മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ അട്ടിപ്പൊളി നല്ല ഫ്രഷ് മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ, നല്ല അട്ടിപ്പൊളി മീൻ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും തെറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പം നിൽക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. യഥാർത്ഥത്തിൽ ഞാൻ പിറ്റേ ദിവസം വരണമെന്നാണ് വിചാരിച്ചത്, അതൊന്നും നടന്നിരുന്നില്ല. അങ്ങനെ പ്ലാനിങ് ഒക്കെ തെറ്റി. ഇടയ്ക്ക് വെച്ച് പൊന്നുവിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നു ഈ ഫ്രെയിമൊക്കെ, അതായത് നമ്മൾ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുക്കുകയും അങ്ങനത്തെ വർക്കുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് അത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നു. രാത്രി ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കണ്ണൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം വസൂട്ടം വരുന്നത് കൊണ്ട് കുറേ നാളായി ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട്, കുറേ നാളായി. എനിക്കതൊരു പൊന്നുവിൻ്റെ കല്യാണത്തിനാണ് മാറി നിന്നേന്ന് തോന്നുന്നത്. അല്ലാതെ യാത്രകൾ പോകും എന്നുള്ളതല്ലാതെ വസൂട്ടിനെയും കൊണ്ട് മാറി നിൽക്കുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ അന്നും പൊന്നുവിൻ്റെ കല്യാണത്തിനും വസൂട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രി എനിക്ക് പിറ്റേ ദിവസം എനിക്ക് വർക്കുള്ളതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അഞ്ജു എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വന്ന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴേ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തോ വേണം സ്പെഷ്യലായിട്ടെന്ന്. അപ്പം ഞാൻ പറയും, എൻ്റെ പൊന്നി എനിക്ക് ചിക്കനും വേണ്ട, മീനും വേണ്ട, ഒന്നും വേണ്ടെന്ന്. സത്യമാണ് കേട്ടോ, ഫുഡൊന്നും കഴിക്കാൻ കൂടി തോന്നുന്നില്ല. എന്തോ ഈ വെളിയിൽ നിന്ന് കഴിച്ചായിരിക്കും, വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കഴിച്ചായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കരുവാടോ അല്ലെങ്കിൽ പയറിട്ട് കഞ്ഞി എങ്ങനെ ആക്കുമെന്ന് പറഞ്ഞു. പയറും അരിയും കൂടെ ഇട്ടിട്ട് സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല നെസ്റ്റോപ്രാന്തിയാണ്. അങ്ങനെ അവൾ പറഞ്ഞ്, ഞാൻ എങ്ങനെ ഇടി പയറും ഇട്ട് കഞ്ഞിയാക്കി ഒരാൾ വീട്ടിൽ വരുമ്പം തരണത്, വേറെ എന്തെങ്കിലും പറയാതെ. ഞാൻ പറയും, എനിക്കൊന്നും വേണ്ടടി, എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നണില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ അവൾ കരുവാട് വാങ്ങിച്ചു. കരുവാടും കിഴങ്ങ് അവിച്ചും കൂടെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഒരുവിധം എനിക്കായാലും മസൂറിനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഉള്ളവരെല്ലാവരും പറയും ഇപ്പോഴും, അതായത് പണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കില്ലായിരുന്നോ എന്നൊക്കെ അഞ്ജു വരുന്ന വഴിക്കും പറയുന്നുണ്ടായിരുന്നേ. പക്ഷേ അതൊക്കെ ഓരോരോ നിമിത്തങ്ങളാണ്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്നൊക്കെ വളരാനുള്ളതായിരുന്നു. പിന്നെ പോട്ടെ, എല്ലാത്തിനും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് മനുഷ്യരുടെയും കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. പിന്നെ ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നു. ഒരു ദിവസം നിൽക്കാൻ കണക്കാക്കിയാണല്ലോ വന്നത്, അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ എന്തായാലും എനിക്കൊന്ന് മേല് കഴുകണം. അപ്പം മീനിരിക്കുകയാണ്. അപ്പം ഞാൻ മീൻ കണ്ടിക്കാമെന്ന് പറയും. അപ്പം ഞാൻ പറയും, എങ്കിൽ പിന്നെ നിൻ്റെ ഏതെങ്കിലും ഒരു തുണി താ, അപ്പോൾ അതിട്ട് ഞാൻ നിൽക്കാം, എന്നിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മേലൊക്കെ കഴുകിയിട്ട് ഫ്രഷായിട്ട് കിടക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവൾ പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്നൊക്കെ. പിന്നെ ഞാൻ അതൊക്കെ നെവർ മൈൻഡ്. ഇവിടെ മോനൂട്ടം വന്നതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ അങ്ങനെ കയറാത്തത്, അതായത് ആരുടെയും അടുക്കളയിൽ അങ്ങ് കയറി ഒന്നും ചെയ്യാത്തത്. ഇപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുക്കള വശത്തുകൂടിയാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് കേട്ടോ. കാരണം എനിക്ക് അടുക്കളയിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ വളരെ കുറവാണ് കേട്ടോ. കണ്ണനും വസൂട്ടിനും തമ്മിൽ ഏതാണ്ട് ഒരു വയസ്സിന് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അഞ്ജു ഡെലിവറി ആയി കിടക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. പിന്നെ വസൂട്ടന് കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് വരണമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. കണ്ണൻ ചേട്ടൻ ഏതെങ്കിലും ഒരു സാധനം എടുക്കും, വസൂട്ട് അതിൻ്റെ പിറകെ പോകും കേട്ടോ. പിന്നെ അവൻ്റെ പരാതിയായിരുന്നു, കണ്ണൻ ചേട്ടൻ കളിക്കാൻ വരണില്ല എന്ന്. അപ്പം കണ്ണനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് അവനതൊരു ശീലമായി കേട്ടോ. അപ്പം അവൻ അങ്ങനെ കറങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ വസൂട്ടിന് പരാതി, കണ്ണൻ കളിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കരങ്ങോട് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ കിടന്ന് കരങ്ങി ഞാൻ ഇപ്പം വീട്ടിൽ കൊണ്ടാക്കുകയെ. അപ്പോഴും പറയുമ്പോൾ മിണ്ടാതെ ഇരിക്കും കേട്ടോ. എന്നാലും കണ്ണൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിഴങ്ങൊക്കെ
ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് അവിക്കാൻ പരുവത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറി വയ്ക്കാനല്ല, അത് അവിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ, വല്യമ്മ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്നതാണ്. അപ്പം അവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു അഞ്ചും വല്യമ്മയും കൂടി. അത് നമ്മൾ ചെയ്യൂലായിരുന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ്. പക്ഷെ വൈകുന്നേരം വന്ന മീനാണ്. ഞാൻ വിചാരിച്ചു രാവിലെ ഇവർ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന്, ഐസായിട്ട് ഇരിക്കുകയായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, വൈകുന്നേരം വാങ്ങിച്ച് വെച്ചിരുന്ന മീനായിരുന്നേ. പച്ച മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒന്നും പറയാനില്ല. അത് വിഴിഞ്ഞത്ത് നിന്നും കണ്ടോ കൊണ്ടുവരുന്ന മീനെന്നാണ്. നമ്മളവിടെ മീൻ കിട്ടും. അത് ഏതാണ്ട് ഒരുവിധം നല്ല മീനുള്ള മീൻ നല്ല മീനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി പച്ച മീനുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഉച്ചയ്ക്ക് ശേഷം പിടിക്കണ മീനായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ചൂര, അതായത് കട്ട് ചെയ്ത ചൂരയൊക്കെ ഉണ്ടായിരുന്നു. ചൂര തലഭാഗമായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. അത് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും അത് നല്ല ഫ്രഷ് മീനാണെന്ന്. മീൻ നമ്മളിപ്പോൾ വാങ്ങിച്ച് ഇപ്പം ഒരു 3-4 ദിവസത്തേക്ക് ചേർത്തുകൊണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനായാലും ദാ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, അത് കട്ട് ചെയ്ത് ഒരുപാട് വാഷൊന്നും ചെയ്യാതെ കട്ട് ചെയ്ത് അതൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരുവാട് ചെവ വരത്തില്ല കേട്ടോ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. ഇവിടെ വല്യമ്മ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ വീഡിയോ ഒക്കെ പിടിക്കണം, മടി കാണിക്കാതെ വീഡിയോ ഒക്കെ പിടിക്കണമെന്നാണ്. പക്ഷെ നടന്നിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ റിലേറ്റീവ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കും, പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നാൽ വലുതായിട്ട് സംസാരിക്കാൻ പറ്റുമോ അതുമില്ല. കാരണം എല്ലാവർക്കും ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയിലായിരുന്നു. കാരണം 5 ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വല്യമ്മ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് കയ്യാളായിട്ടൊക്കെ നിൽപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തിരക്കായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എനിക്ക് നന്നായിട്ടൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. പറ്റിയ വീഡിയോ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ. പിള്ളേർ ഈ സമയമായപ്പോൾ കുറേ പരാതികളും കൊണ്ട് വരുന്നുണ്ടായിരുന്നു 2 പേര്. അങ്ങനെ നമ്മളും അവരെയൊക്കെ ഓട്ടിച്ചിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. നന്ദു ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 3/4% ജോലിയും കാണത്തില്ല കേട്ടോ. കാരണം മെയിനായിട്ട് പിള്ളേരെ കൂടെ ഇരുന്നോളും, അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേട്ടോളും. ഭയങ്കര എന്താണ് കെയറിങ് ആണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നന്ദുചേട്ടൻ പിള്ളേരെ നോക്കണം നല്ല രീതിക്കാണ്. അപ്പം നമുക്കില്ലാത്തൊരു ക്ഷമയൊക്കെ സാധാരണ ആണുങ്ങൾക്ക് കുറവെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചേട്ടൻ അങ്ങ് ക്ഷമിച്ച് അവർ പറയുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കും. അവർ എപ്പോഴും കിന്നാരം ചെയ്യണം. അതായത് കുട്ടികളുടെ, എൻ്റെ മോനോട്ടൻ്റെയൊക്കെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനൊക്കെ ഒട്ടും അക്ഷമയില്ലാതെ ചേട്ടൻ മറുപടി കൊടുത്തോളും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കരുവാട് അവൾ പുതിയ രീതിയിലൊക്കെയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ കൊള്ളാൻ നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ എനിക്ക് കരുവാടിൽ സവാളയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഡയറ്റ് പ്രമാണിച്ച് കുറച്ച് ചോറും കുറച്ച് കിഴങ്ങും ഒക്കെയാണ് എടുത്തത്. ഇത് മോനൂട്ടനെ എടുത്തതാണ്, കണ്ണനും വസൂട്ടനും വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ കഴിക്കാൻ ഇച്ചിരി പാടായിരുന്നു 2 പേരും. 5 നോക്കിയപ്പോൾ അവന് വെരട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ഇതൊക്കെ പറഞ്ഞ്. പക്ഷെ വസൂട്ടും കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയേ നല്ല വലിയ കട്ടിലാണ് കേട്ടോ തന്നത്. കാരണം ഇത്രയും പേര് കൂടെ കിടക്കുന്നതല്ലേ. എനിക്ക് വലിയ കട്ടിലാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഞെരുങ്ങി കിടക്കുന്നത് ഇഷ്ടേ അല്ല. മോനൂട്ടനും ഫുട്ബോൾ കളിയായിരിക്കും സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സത്യത്തിൽ നന്ദുചേട്ടനെ ഞാൻ ജസ്റ്റ് ഒരു മിന്നായം കണക്കാണ് കണ്ടത് കേട്ടോ. വൈകുന്നേരം വന്ന സമയത്ത്, വൈകുന്നേരം രാത്രി വന്ന സമയത്ത്. അല്ലാതെ ചേട്ടനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും പറ്റിയിരുന്നില്ല. പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ ആയപ്പോഴത്തേക്കും വെളുപ്പിനെ 4 മണിക്കോ 5 മണിക്കോ കണ്ട ചേട്ടനും പോയി. ചേട്ടന് ഈ പറഞ്ഞ പോലെ ഫയർഫോഴ്സിലാണ്. അത് കഴിഞ്ഞ് മോനൂട്ടനും വസൂട്ടനും നല്ല ചുമയുണ്ടേ. അപ്പോൾ 2 പേർക്കും ചുമയുള്ളതുകൊണ്ട് അല്ലാതെ തന്നെ നമ്മുടെ കണ്ണന് തേൻ കൊടുക്കുന്നുണ്ടായിരുന്നു രാവിലെ ചുമ ഉള്ള സമയങ്ങളിൽ. അപ്പോൾ വസൂട്ടിനും കൂടെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ പറയും, എടി കുടിക്കൊന്നും ഇല്ല എന്നൊക്കെ പറയും, നീ നോക്കിയോ അവൻ ഇപ്പോൾ കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത തേൻ ഫുള്ള് ആശാൻ കുടിച്ച കേട്ടോ. സാധാരണ ഞാൻ കൊടുക്കുമ്പോൾ ഭയങ്കര നിർബന്ധമാണ്. അത് പിന്നെ എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. പുതിയ ഒരാൾ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം സ്പീഡപ്പായിട്ട് അങ്ങ് കഴിച്ചോളും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങി പല്ല് തേക്കുന്ന ബഹളമാണ്. കണ്ണൻ ഇന്ന് സ്കൂളിൽ പോകണം. വസൂട്ടൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുകയാണല്ലോ. വസൂട്ടിൻ്റെ സ്കൂളിൽ നിന്നില്ല എന്നാക്കി കേട്ടോ. അപ്പോൾ അവർ 2 പേരും മത്സരിച്ച് പല്ല് തേക്കുന്ന തിരക്കിലാണ് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവൻ എന്തോരം ബഹളം കാണിക്കും, നിങ്ങൾക്കറിയാമല്ലോ. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആൾ നിന്ന് പല്ല് തേക്കുന്നുണ്ടായിരുന്നേ.
ഒരു ശല്യവും ഇല്ലായിരുന്നു. ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മമാർ വീട്ടിലുള്ളപ്പോഴാണ് പിള്ളേർക്ക് കുരുത്തക്കേട് കൂടുതലെന്ന്. പിന്നെ അവർ സ്വാതന്ത്ര്യം കാണിക്കുന്നതാണ്, അത്രയും സ്വാതന്ത്ര്യം അവരോട് കാണിക്കാമല്ലോ, അവരൊന്നും ചെയ്യത്തില്ലല്ലോ എന്നൊരു തോന്നലിൽ അവർ കാണിക്കുന്നതാണ് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ മോൻ. ഞാനുള്ളപ്പോൾ ഇത്തിരി നിർബന്ധവും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവനില്ലാത്ത കളിപ്പാട്ടങ്ങൾ അത്രയും വേണം കേട്ടോ. അങ്ങനെ കണ്ണൻ ചേട്ടനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ ബസ് വീടിൻ്റെ ഫ്രണ്ടിൽ വരും. കറക്റ്റ് ഗ്രാമമാണ് കേട്ടോ, നല്ല ഗ്രാമപ്രദേശമാണ്. അപ്പോൾ എനിക്ക് ഈ ഗ്രാമത്തിൽ കിടക്കാനാണ് ഇഷ്ടം, എനിക്ക് പട്ടണത്തിൽ കിടക്കണത് ഈ ഇഷ്ടമല്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗ്രാമപ്രദേശമാണ് ഇഷ്ടം കൂടുതലെന്ന്. നെഗറ്റീവും പോസിറ്റീവും അത് പല ഇടങ്ങളിൽ, ഇപ്പം ഈ ഏതിടങ്ങളിൽ താമസിച്ചാലും ഉണ്ടാവും. അത് എന്തോ ഗ്രാമത്തിൽ താമസിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, പട്ടണത്തിൽ താമസിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അത് ഏതൊരു കാര്യത്തിനും അകവും പുറവും ഉണ്ടെന്ന് പറയും പോലെ എല്ലാത്തിനും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഗ്രാമപ്രദേശമാണ് കേട്ടോ ഇഷ്ടം. ഞാനിപ്പോൾ താമസിക്കുന്നതും വലിയ സിറ്റിയൊന്നും അല്ല, ഗ്രാമപ്രദേശം തന്നെയാണ്. എന്നാലും എനിക്ക് കുറച്ചും കൂടെ ഗ്രാമപ്രദേശമാണ് ഇഷ്ടം കേട്ടോ. കുറച്ചുകൂടി ഗ്രാമത്തിലുള്ള വീടെടുക്കാമെന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗ്രാമപ്രദേശം. എനിക്ക് ഇന്ന് പോകണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് എനിക്ക് മേക്കപ്പ് ഉണ്ട്. അപ്പോൾ മോരുട്ടനെയും കൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ടുള്ളത്. സാധാരണ വർക്കിന് പോകുമ്പോൾ അവനെ കൊണ്ടുപോകില്ല, അമ്മയുടെ അടുത്ത് നിർത്തും. ഇന്നിപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോരുട്ടനെയും കൊണ്ടുപോവുകയാണ്. അപ്പം ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും മോനൂട്ടനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താഴത്തെ ജംഗ്ഷനിലോട്ട് 5 ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വല്യമ്മ സ്നേഹോപകാരം മോന് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പക്ഷേ അതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അതൊരു പടിയാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നേ. മോനൂട്ടനെ കൊണ്ട് വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും മാക്സിമം ഞാൻ ഹെൽമെറ്റോ ഈ പറയുമ്പോൾ തൊപ്പിയോ വെച്ചേക്കും. കാരണം അല്ലെങ്കിൽ ചെവിയിൽ കാറ്റ് കയറി ആകെ പ്രശ്നമാവും. ഇതിപ്പോൾ ജംഗ്ഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ബസ് കിട്ടാൻ ഇച്ചിരി പാടാണേ. ഞാൻ പറയാമല്ലോ, ഗ്രാമപ്രദേശം ആകുമ്പം നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന്. അതിലൊരു നെഗറ്റീവാണ് സമയത്തിന് ബസ് കിട്ടത്തില്ല എന്നുള്ളത്. എന്നിരുന്നാലും ഞാനത് പരാതി പറയത്തില്ല. കാരണം വണ്ടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. വണ്ടിയിലില്ലാത്തവരുടെ കാര്യമൊക്കെ ഇത്തിരി പാടൊക്കെ തന്നെയാണ്. അങ്ങനെ ഇത് ഈ ജംഗ്ഷനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. കൊച്ചിലെ ഞാൻ ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്ന് നിന്ന് ബസ്സിൽ കയറുമായിരുന്നു, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയൊക്കെ. അപ്പോൾ എനിക്കിതൊരു നെസ്റ്റ്യൂ പ്ലേസാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് ഞങ്ങളെ വീടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നെ, ആ വീടിൻ്റെ ഓർമ്മകളൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ വീടിരിക്കുന്നതും വീടിൻ്റെ പ്രദേശവും എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇഷ്ടംപോലെ മുറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ മുറ്റമൊക്കെ ആയിരുന്നു, നീളത്തിനായിരുന്നു, റബ്ബറും കണ്ട് നടുക്കായിരുന്നു. ഒരുപാട് ഓർമ്മകളാണ്. ഇത് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സ്ഥലമാണ്. അതല്ലാതായി കിടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കമ്പി വെച്ച് ഇങ്ങനെ സീറ്റ് ഉണ്ടാക്കണതെന്ന് എനിക്കറിയത്തില്ല. കുട്ടികൾക്ക് ആർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കുട്ടികളെ ഇരുന്ന് കഴിഞ്ഞാൽ വീഴും കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി കറക്റ്റ് ഒരു 2:15 ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കിട്ടുവിന് ഫുഡ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് ഓടി എത്തിയതായിരുന്നു. തലേ ദിവസം ഫുഡ് നിറച്ച് കൊടുത്തിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ രാവിലത്തെ ഫുഡ് താഴത്തെ മാമി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും വെപ്രളപ്പെട്ട് വരണ്ടായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ കൊടുത്തെന്ന്. പിന്നെ ഞാൻ അഞ്ജുൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. ഇത് കാരേറ്റ് ധന്യയുടെ പാർലറിലെത്തിയതാണ്. അപ്പോൾ ഇതൊരു കരിയാണ് കേട്ടോ, ഓർഗാനിക് കരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി നീ ഉപയോഗിച്ച് നോക്കിയിട്ട് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ മോൾക്കാണ് ഇന്ന് മേക്കപ്പ്. അപ്പോൾ ഈ മോൾക്ക് ഹൽദിയാണ്, അപ്പോൾ അതിൻ്റെ മേക്ക് ഓവറാണ്. അത് കഴിഞ്ഞ് ആ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോനൂട്ടനെ നമ്മൾ അടുത്ത്, അതായത് ആ പാലം തൊട്ടടുത്ത് ആമീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഷോപ്പുണ്ട്, നന്നായിട്ട് മുടി വെട്ടും. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. മുടി വളർത്തണം എന്നായിരുന്നു പ്ലാൻ, പക്ഷേ പ്ലാൻ ഒന്ന് മാറ്റി. കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരണത് കൊണ്ട് മുടി വെട്ടാനായി. ഏട്ടൻ പറയും മുടി വെട്ടിക്കരുത് എന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പിന്നെ അഞ്ചുമൊക്കെ പറഞ്ഞു കേട്ടോ, മുടി ഇങ്ങനെ വളർത്തേണ്ട, കുറച്ചുകൂടെ കഴിയിട്ട് എന്നും പറഞ്ഞ് അഞ്ചുമൊക്കെ എന്നെ ശരിക്കും വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വന്ന് മുടി വെട്ടയാണ്. വലുതായിട്ട് ലെങ്ത് കുറയ്ക്കുന്നില്ല, ബാക്ക് സൈഡും പിന്നെ ഫ്രണ്ടിൽ കുറച്ചൊരു പോർഷനും. ചേട്ടാ അടിപൊളിയായിട്ട് വെട്ടും കേട്ടോ. അപ്പോൾ കാരേറ്റ് ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ ആമീസി ഒന്ന് കയറണേ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മുടി വെട്ടി നോക്കുക കേട്ടോ. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു പെൺകൊച്ചിൻ്റെയൊക്കെ മുഖം തോന്നില്ലേ, മുടിയൊക്കെ വളർന്ന് കിടന്നപ്പോഴത്തേക്കും വസുവിൻ്റെ ചെറിയൊരു പെൺകൊച്ചിൻ്റെ മുഖമൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ കള്ളച്ചിരിയും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട, ആള് കുഴപ്പമൊന്നുമില്ല, പാവോട് മിണ്ടാതെ അങ്ങ് ഇരിക്കും കേട്ടോ.
ഒരുപാട് പേര് പറയും മോനുടെ എക്സാക്റ്റ് മോനുടെ അച്ഛൻ്റെ ഒരു രൂപമാണെന്ന്. മുടിയും അതേപോലെയാണ് കേട്ടോ, ഒരു മയങ്ങിക്കിടക്കുന്ന ഒരു മുടിയാണ്. ഞാൻ ഗർഭിണിയായിരിക്കെ ഒരേ ഒരു കാര്യമാണ് മനസ്സിൽ വിചാരിച്ചത്, എൻ്റെ മുടി പോലെ മോനുട്ടനെ കിട്ടരുത് എന്ന് കേട്ടോ. ഭാഗ്യം കിട്ടിയില്ല. ദാ ഇവിടെ ഹൽദിയുടെ നമ്മുടെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ആളിങ്ങനെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെയും കൂടെ കുറച്ച് വീഡിയോസ് എടുത്തു. പെട്ടെന്ന് ആ അമ്മ രാത്രിയായപ്പോൾ ഗുരുവായൂരിന്ന് വന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തു കേട്ടോ. മോനിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ഇല്ലാതെ ഇരുന്നതാണ്. അപ്പോൾ അമ്മ അത് മേടിച്ചുകൊണ്ട് വന്നു കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഫാമിലി വ്ളോഗ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.